ഒരാൾ 27 ഇരട്ടി മഹത്വം ഉണ്ടല്ലോ ഒരു ജമാഅത്തിന്. ദലീലു തുജാർ എന്ന കിതാബിൽ യൂസുഫ് നബഹാനി തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എല്ലാ ദിവസവും ജമാഅത്ത് ഒഴിവാക്കുന്ന ഒരാൾ ഡെയിലി 135 ഇരട്ടി പ്രതിഫലമാണ് കളയുന്നത്. 5 × 27 5 നിസ്കാരം ഉണ്ടല്ലോ, അതിൻ്റെ 27 ഇരട്ടി മഹത്വം അയാൾ ഇങ്ങനെ കളയാണ്. ജമാഅത്ത് ഒരു വട്ടം മിസ്സായതിന് 3 ദിവസം കരഞ്ഞ മഹാന്മാരുണ്ട്. 7 ദിവസം മഹാന്മാർ കരഞ്ഞു പോയതായി കിതാബുകളിലുണ്ട്. ആദ്യം ജമാഅത്ത് മിസ്സാക്കി, പിന്നെ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കി, പിന്നെ ഫർള് തന്നെ ഒഴിവാക്കിയാൽ പ്രശ്നമില്ലാത്തൊരു കാലം അയാളുടെ ലൈഫിൽ വരും എന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, ഒരാൾ സുബ്ഹി ജമാഅത്ത് മിസ്സാക്കി, അയാൾ ആ സുബ്ഹി 27 വട്ടം മടക്കി നിസ്കരിച്ചു എന്ന് വിചാരിച്ചോ. 27 തവണ അങ്ങനെ നിസ്കരിക്കാനൊന്നും പറ്റൂല. അയാൾ മടക്കി നിസ്കരിച്ചു എന്ന് കരുതാം. 27 തവണ വീണ്ടും 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 സുബ്ഹി നിസ്കരിച്ചു. എന്നാൽ അയാൾക്ക് ജമാഅത്തോടെ നിസ്കരിച്ച് കൂലി കിട്ടോ? ഇല്ല. 1000 തവണ അയാൾ സുബ്ഹി നിസ്കരിച്ചു എന്നാൽ കിട്ടോ? ഇല്ല, കിട്ടൂല. ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുന്ന കൂലി അയാൾ 10,000 തവണ നിസ്കരിച്ചാൽ കിട്ടുമോ? ഇല്ല. പിന്നെ ഈ 27 ഇരട്ടി എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ ഇട്ടിട്ട് കൂട്ടേണ്ട 27 ഇരട്ടി ഒന്നല്ല. ഇത് അള്ളാഹുവിന് അറിയുന്ന ഒരു 27 ഇരട്ടിയാണ്. അതാ മഹത്തുക്കൾ ചോദിക്കുന്നത്, ഒരു നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് നീ പഠിക്കുക. എന്നിട്ട് 5 വക്ത് നിസ്കാരം ഓരോ ദിവസവും നീ ഒറ്റക്ക് നിസ്കരിക്കുക. ഡെയിലി 135 ഇരട്ടി മഹത്വം നിന്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ മോനെ നിന്റെ കഥ? അതുകൊണ്ട് ജമാഅത്ത് മിസ്സാവരുത്, വിശേഷിച്ച് അസർ മിസ്സാവരുത് എന്നാണ് വൽ അസ്ർ എന്ന ആയത്തിൻ്റെ ഒരർത്ഥം.